ഷിരൂരിൽ അർജുന്റെ ലോറിക്കായി തെരച്ചിൽ തുടരുന്നു. പുഴയ്ക്കടിയിൽ നിന്ന് വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗവും റേഡിയേറ്ററും കണ്ടെത്തി. വാഹനം അർജുന്റേതാണെന്ന് സ്ഥിരീകരണമില്ല. തെരച്ചിലിൽ സ്കൂട്ടറും കൂടുതൽ തടിക്കഷ്ണങ്ങളും കണ്ടെത്തി. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിൽ 3 കാര്യങ്ങൾ. ഒന്ന്, ഒരു എഞ്ചിൻ ഭാഗം ലോറിയുടെ കണ്ടെത്തി, ഒരു റേഡിയേറ്റർ, ഒരു സ്കൂട്ടർ, പിന്നീട് തടിക്കഷ്ണങ്ങൾ കൂടി കണ്ടെത്തുകയും ചെയ്തു. വലിയ തരത്തിലുള്ളൊരു അന്വേഷണം, പരിശോധന ഈ ദിവസം നടക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്നാലും സ്ഥിരീകരിക്കാനാകാത്തത് ഇത് അർജുൻ്റെ ലോറിയാണോ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇപ്പോൾ പരിശോധനയുടെ ഒരു രീതി? അർജുന്റെ ലോറിയിൽ നിന്ന് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ടാങ്കർ ലോറിന്റെ എഞ്ചിന്റെ ഭാഗമാണ് കണ്ടെത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ടാങ്കർ ലോറിയുടെ ക്യാബിൻ ഭാഗം, അതിന്റെ മുൻവശത്തെ ടയർ ഉൾപ്പെടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരു സ്കൂട്ടർ കണ്ടെത്തിയത്. ഇതിവിടെ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണന്റെ സ്കൂട്ടറാണ് എന്നാണ് കരുതുന്നത്. അതോടൊപ്പം നിരവധി മരത്തടികളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കണ്ടെത്തിയ എഞ്ചിൻ അർജുന്റെ ലോറിയുടെ എഞ്ചിൻ തന്നെയാണെന്ന് ഉറപ്പു വരുന്നുണ്ട്. ഈ കണ്ടെത്തിയ എഞ്ചിൻ അർജുന്റെ ലോറിയുടേതല്ല, ഇവിടെ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടേതാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ടാങ്കർ ലോറിയുടെ ക്യാബിന്റെ ഭാഗം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അതിന്റെ മുൻവശത്തെ ടയറിന്റെ ഭാഗവും കണ്ടെത്തിയിരുന്നു. അതിന്റെ ഭാഗമായുള്ള എഞ്ചിനാണ് ഇത് കണ്ടെടുത്തത് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അർജുന്റെ ലോറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതെങ്കിലും വസ്തുക്കൾ നിലവിൽ ലഭ്യമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CP4 കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 50 മീറ്റർ താഴെ നിന്ന് മാറി മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ എഞ്ചിന്റെ ഭാഗം കണ്ടെത്തിയത്. ഇനി അർജുന്റെ ലോറി കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ CP4 എന്ന പോയിന്റ്, ആ പ്രധാന പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നേരിട്ട് അവിടെ എത്തി പരിശോധന നടത്തണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. അധികൃതരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ കണ്ടെത്തിയ 2 ടയറുകൾ, ഒപ്പം തന്നെ ആക്സിലിന്റെ ഭാഗം, ഇന്ന് കണ്ടെത്തിയ എഞ്ചിൻ, ഇതെല്ലാം ഒരേ ലോറിയുടെ, ഒരേ ടാങ്കറിന്റേതാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ടാറ്റ കമ്പനിയുടെ വാഹനമാണ്, അത് ടാങ്കർ ലോറിയുടേതാണ് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ കണ്ടെത്തിയ ക്യാബിൻ, അതോടൊപ്പം തന്നെ ഇന്നലെ കണ്ടെത്തിയ ടാങ്കർ ലോറിയുടെ മുൻവശത്തെ ടയർ, ഇന്ന് കണ്ടെത്തിയ എഞ്ചിന്റെ ഭാഗം, ഇതെല്ലാം തന്നെ ടാങ്കർ ലോറിയുടേതാണ് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഈ ടാങ്കർ ലോറിയുടെ അപകട സമയത്ത് ഈ ടാങ്കർ ലോറിയുടെ ക്യാബിൻ ഭാഗം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അതായിരുന്നു കണ്ടെത്താനുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതാണെന്നാണ് സ്ഥിരീകരിക്കുന്നത്. ട്രക്കുടമ മനാഫും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു അത് അർജുന്റെ വാഹനത്തിന്റേതല്ല എന്ന്.